ഇന്ന് വളരെ പേര് കേട്ട പഴയ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കാണാനായിട്ട് സാധിച്ചു കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടിക്ക് അടുത്തുള്ള ചെമ്മണ്ട എന്ന ഗ്രാമത്തിലാണ് ഈ മഹാസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ അത്. കിഴക്കോട്ട് ദർശനമായിട്ട് വേലേന്തി നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കുമാരഭാവത്തിൽ രാജകീയ പ്രൗഢിയിലാണ് സ്വാമി നിലകൊള്ളുന്നത്. അഷ്ടാഭിഷേകമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാന വഴിപാട്. മഹാദേവൻ, ഹിഡുംബൻ എന്നീ മൂർത്തികളും ഉപദേവതകളായി അവിടെയുണ്ട്. ശ്രീ മഹാദേവൻ മറ്റൊരു സ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രതിഷ്ഠയാണ്. ശ്രീഭദ്രകാളി, ശാസ്താവ് എന്നിവരുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ക്ഷേത്ര ഊരാളസ്ഥാനവും തന്ത്രവും നെടുമ്പിള്ളി തരണനെല്ലൂർ മനക്കാർക്കാണ്. നാഗാർജുന ചാരിറ്റീസാണ് ഇന്ന് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. വൃശ്ചിക മാസം കാർത്തിക നാൾ വരുന്ന ദിനത്തിൽ 6 ദിനം നീളുന്ന ഉത്സവം പണ്ട് കാലത്ത് ഇവിടെ നടന്നിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇന്നും ലഭ്യമല്ല. കുറേ കാലം ക്ഷേത്രത്തിൽ നിത്യനിദാനം മുടങ്ങിയ അവസ്ഥയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നാഗാർജുന ചാരിറ്റീസ്, ഭക്തജനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ ക്ഷേത്ര നിത്യനിദാനങ്ങൾ നടന്നു പോകുന്നു എന്ന് മാത്രം. ചെമ്പുമേഞ്ഞ മനോഹരമായ വട്ടശ്രീകോവിലിലാണ് സുബ്രഹ്മണ്യ സ്വാമി കുടികൊള്ളുന്നത്. ആദ്യകാലത്ത് ഓടുമേഞ്ഞ ശ്രീകോവിലിൽ 2022 ചെമ്പുമേഞ്ഞത്. ശ്രീകോവിലിൻ്റെ മുൻപിലായി നമസ്കാര മണ്ഡപവും തിരപ്പള്ളിയും കാണാം. വട്ടശ്രീകോവിലിന് ചുറ്റുമായി പുറത്ത് മൃഗമാലയും പക്ഷിമാലയും കൊത്തിവെച്ചിട്ടുണ്ട്. സോപാനത്തിൻ്റെ 2 ഭാഗത്തുമായി ചതുർശിരസോട് കൂടിയ ബ്രഹ്മാവിനെയും മഹാദേവനെയും യോഗ നരസിംഹമൂർത്തിയെയും ഉഗ്ര നരസിംഹമൂർത്തിയെയും വളരെ ഭംഗിയായി ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേയുള്ളൂ. ജ്യോതിഷികൾ പറയുന്നതനുസരിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ചക്രവർത്തിയാൽ സേവിക്കപ്പെട്ട മൂർത്തിയാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമി. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് സ്വാമിയുടെ ചൈതന്യം പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് എന്നൊരു ഐതിഹ്യവുമുണ്ട്. അതിനാൽ പണ്ട് കാലത്ത് ഈ ഭാഗത്തുള്ളവർ പഴനിയിലേക്ക് പോകാറില്ലായിരുന്നു അത്രേ. ഈ ഒരു കഥ കേട്ടുകേൾവി മാത്രമാണെങ്കിലും പഴനിയും ചെമ്മണ്ടയും തമ്മിൽ എന്തോ ഒരു ബന്ധം പൂർവ്വകാലം മുതലേ ഉള്ളതായി അനുമാനിക്കപ്പെടുന്നു. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ ചെമ്മണ്ടയിൽ നിന്ന് പഴനിയിലേക്ക് ദിശ നോക്കുന്നേരം ആകാശമാർഗത്തിൽ നമുക്ക് 2 ക്ഷേത്രങ്ങളും നേർരേഖയിൽ കാണാം. എന്തായാലും ഭാവിയിൽ എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ കിട്ടും എന്ന് നമുക്ക് കരുതാം. പരശുരാമനാൽ സ്ഥാപിതമായ കേരളത്തിലെ 32 നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നായ ചാമുണ്ട, ചെമ്മണ്ടയുടെ സംസ്കൃത നാമമാണ് കേട്ടോ ചാമുണ്ട എന്ന് പറയുന്നത്. ഈ ഗ്രാമത്തിൻ്റെ ഗ്രാമക്ഷേത്രമാണ് ചെമ്മണ്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിലെ ഒരു ശിലാലിഖിത ഫലകം ക്ഷേത്രത്തിലുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് ഉറപ്പിക്കാം, ഈ ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിന് മുന്നേ ഉള്ളതാണെന്ന്. ചെമ്മണ്ടയിലെ നിത്യനിദാന കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെങ്കിലും പുനരുദ്ധാരണ നവീകരണ ക്രിയകൾ ക്ഷേത്രത്തിൽ വലിയ രീതിയിൽ തന്നെ നടക്കാനുണ്ട്. ഇത്രയും പുരാതനമായ മനോഹരമായ ക്ഷേത്രത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് തൊഴാൻ വരുന്നവരുടെ എണ്ണവും വളരെ വിരളമാണ്. ഇതിനൊരു മാറ്റം വരണം. അമ്പലത്തിന് ചുറ്റുമുള്ള ചുറ്റുമതിലൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. അത് പണിയാൻ വേണ്ടിയിട്ട് പൊളിച്ചു മാറ്റിയതാണോ അതോ വീണതാണോ എന്നുള്ള അറിയില്ല. ഒരു പക്ഷേ പഴക്കം കാരണം വീണ് പോയതായിരിക്കാം. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള ചുറ്റുമതിലുണ്ടായിരുന്നു. അതെനിക്ക് പണിയാൻ വേണ്ടിയിട്ട് പൊളിച്ചതാണെന്ന് തോന്നുന്നു. കാരണം അവിടെ കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷം, നല്ല ഭംഗിയുള്ള പുരാതനമായിട്ടുള്ള നിർമ്മാണ ശൈലി എല്ലാം കൂടിയിട്ട്. ഇവിടെയാണ് ശ്രീ മഹാദേവൻ്റെ പ്രതിഷ്ഠ കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നത് കൊണ്ട് അവിടെ ആകെ ചെളിയൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഒരുപാട് കല്ലും അതുപോലെ കരിങ്കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് സംഭാവന കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കാം. ഞാനും എൻ്റേതായിട്ടുള്ളൊരു സംഭാവന കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത് കേട്ടോ. പുറത്ത് ഹിഡിംബൻ്റെ പ്രതിഷ്ഠയുണ്ട്. പുറത്ത് ഹിഡിംബൻ്റെയും അതുപോലെ നാഗങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട് കേട്ടോ. ഈ അമ്പലം നവീകരിച്ച് പഴയ ആ പ്രൗഢിയോടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഭക്തജനങ്ങളുടെ സഹകരണം കൂടിയേ തീരൂട്ടാ. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് തൊഴാൻ പോകണമെന്നും ക്ഷേത്രത്തിൻ്റെ പുരോഗതിയിലും നവീകരണ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകണമെന്നും മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാപൈതൃകത്തിൻ്റെ മകുടോദാഹരണമായ ഈ മഹാക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഗാംഭീര്യത്തോടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ.